വർഷമായി കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട മുദ്രാവാക്യങ്ങൾ ഓരോ കാലഘട്ടവും അനുസരിച്ച് ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള പ്രസക്തമായ കാര്യങ്ങൾ ഈ സമ്മേളനത്തിലൂടെ പുറത്തു വരാറുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലൂടെ ചർച്ചയായ കാര്യങ്ങൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പലരും തന്നെ തുറന്ന് സമ്മതിക്കാത്ത കാര്യങ്ങളാണെങ്കിലും അത് നിശ്ചിത സമയം കഴിയുമ്പോഴേക്കും സമൂഹത്തിന് നടപ്പിലാക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം വന്നതാണ് ഒരു പതിറ്റാണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പ്രസക്തമാകുന്നത്. ഇന്ന് യുവസമ്മേളനം എന്ന നാമകരണം ചെയ്ത് ഈ സെഷൻ അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഇന്ന് രാവിലെയും സോഷ്യൽ മീഡിയയിലെയും പത്രങ്ങളിലൊക്കെ തന്നെ കുറച്ച് പ്രാധാന്യം കിട്ടിത്തുടങ്ങി. ഒരുപക്ഷെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ, അത് ഏത് മുന്നണി നേതൃത്വം കൊടുത്താലും ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ തുടക്കമാണ്. അത് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ ഒരു അഭിപ്രായ പ്രകടനമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ പല കോണുകളിൽ നിന്നും വരുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് മലപ്പുറം ജില്ലയെ വിഭജിച്ച് 2 ജില്ലയാക്കണം. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയെ വിഭജിച്ച് 2 ജില്ലയാക്കണം. പിന്നെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ തിരുവനന്തപുരത്തെയും കൂടെ വിഭജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ബാലൻസ് ചെയ്യണമല്ലോ. ഇത് അത് ഏത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വലിയ അന്വേഷണം നടത്തി പഠിപ്പുകളൊന്നും പോകേണ്ട ആവശ്യമില്ല. മലപ്പുറം വിഭജിക്കണം, കോഴിക്കോട് വിഭജിക്കണം, അവിടെ ഒന്ന് ബാലൻസ് ചെയ്യണം, ഒരു മതേതരത്വ മുഖം കാണിക്കണം എന്നുള്ളതുകൊണ്ട് ബാലൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരവും പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ പദ്ധതികളൊന്നും തന്നെ ആവിഷ്കരിക്കാതെ ജനസംഖ്യ വെറുതെ ഒരു കണക്കുകൂട്ടലുമില്ലാതെ ജനസംഖ്യ വർദ്ധിക്കുകയും ഒരു കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ പേരിൽ അവകാശങ്ങൾ ചോദിക്കുകയും ചെയ്യുകയും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി അതൊക്കെ തന്നെ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. 2014 ശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു പരിധിവരെയൊക്കെ ഈ കാര്യത്തിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തൊരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരും, അത് ഞങ്ങൾക്ക് ലഭിക്കും എന്ന സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന 5 വർഷത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ച ചെയ്യുന്ന പദ്ധതികളിലൊന്നും തന്നെ കേരളത്തിൻ്റെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ ആറ്റിങ്ങൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ്റെ സഹോദരി എന്നെ വിളിച്ചിട്ട്, അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ട് പറയുകയാണ് അവർക്കറിയില്ല ഈ ആറ്റിങ്ങൽ കോർപ്പറേഷനിലാണോ പഞ്ചായത്തിലാണോ എന്നറിയില്ല, കോഴിക്കോട് നിന്ന് വരുന്നതാണ്, എപ്പോഴും തിരുവനന്തപുരത്ത് വരുന്ന ആളല്ല, ആലങ്കോടാണുള്ളത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷേ നിങ്ങളുടെ കോർപ്പറേഷൻ്റെ ഒരു ടാങ്ക് വെള്ളം ഈ ആലങ്കോട് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, ഇവിടെ ഒന്ന് എത്തിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു 10 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കഴിഞ്ഞിട്ടാണ് ആലങ്കോട് നിൽക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറഞ്ഞു കൊടുക്കുകയാണ് കീഴാറ്റിങ്ങലാണ്. നമ്മൾ കീഴാറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും, ആലങ്കോടാണെങ്കിൽ കരവാരം പഞ്ചായത്തായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ വെള്ളമില്ല. എന്നിട്ട് 9:43 വീണ്ടും വിളിച്ച് ഒരു കല്യാണത്തിന് പോകുമ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടുത്തെ ചെയർമാനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഇവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളം ഒരു വീടിന് വേണ്ടി 5 വീടിന് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇത് പാറശാല മുതൽ കാസർഗോഡ് വരെ കേരളത്തിൻ്റെ പല പ്രദേശത്തുമുള്ള പ്രശ്നമാണ്. ഇതല്ല ചർച്ച ചെയ്യുന്നത്, ജില്ല വിഭജിക്കണമെന്നാണ്. ഈ കുടിവെള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ജനങ്ങൾ രാവിലെ ഉണർന്നിട്ട് ഉറക്കമെഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് നോക്കുമ്പോൾ വെള്ളമില്ല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നല്ല വരാൻ പോകുന്ന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ തെരുവുനായ് ശല്യം കേരളം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കണമെന്നല്ല വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അധികാരികൾക്ക് എത്താൻ പോകുന്ന സ്വപ്നം കാണുന്നവർ ചർച്ച ചെയ്യുന്നത്. മറിച്ച് വരുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം രാവിലെ 2 ജില്ലയെ കുറിച്ച് ഇതിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ ജില്ലാ ബേസിൽ കിട്ടുമ്പോഴേക്കും കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ജില്ലയെ വിഭജിക്കണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു യോഗത്തിൽ സെക്രട്ടേറിയറ്റിൽ
മേയർ എന്നുള്ള നിലയ്ക്ക് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മേയർ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ മുഖ്യമന്ത്രിയോട് അടുത്ത പരിപാടി ഉണ്ട്, അദ്ദേഹം പോയാലും അദ്ദേഹത്തിന് അടുത്ത പരിപാടിയിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ 1 മിനിറ്റ് സമയം പോലും അത്രത്തോളം വാല്യുബിളാണ്. അപ്പോൾ അദ്ദേഹം പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹം ഇരുന്നു. ഒരു സാംസ്കാരിക പരിപാടിയായിരുന്നു, ഒരു അവാർഡ് ദാനം. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ആ പരിപാടിയിൽ വന്നവരൊക്കെ തന്നെ ഇടതുപക്ഷ ആശയങ്ങളുമായി ബന്ധമുള്ളവരും ആ രീതിയിലൊക്കെ തന്നെ ഒരു സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിക്കുന്ന ഗവൺമെൻറ് പരിപാടിയാണ്. പഴയ നിയമസഭാ മന്ദിരം, ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഡർബാർ ഹാൾ. ഞാൻ പറഞ്ഞു, നമ്മൾ കേരളത്തിലെ സംസ്കാരത്തിലൊക്കെ തന്നെ അഭിമാനം കൊള്ളുന്ന സമയത്ത് എഴുത്തച്ഛൻ പുരസ്കാര വിതരണമായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാഷയുടെ പിതാവിൻ്റെ പേരിലുള്ള അവാർഡ് അടുത്ത തവണ മലപ്പുറത്ത് തുഞ്ചൻ പറമ്പിൽ വെച്ച് വിതരണം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തോട് നൽകുന്ന ഏറ്റവും ആദരവെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ വെച്ച് തന്നെ ഞാൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഷിക്കുപ്പിയും തൂവലുമാണ് വച്ചിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നത് 2003 ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം പാസ്സാക്കിയ പ്രമേയം അവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ വയ്ക്കണമെന്നുള്ളതാണ്. തുഞ്ചത്ത് ഭാഷാപിതാവിൻ്റെ പ്രതിമ വയ്ക്കാൻ പറ്റാത്ത ഒരു നാടായി മാറിയിരിക്കുന്ന മലപ്പുറം ജില്ലയെ വിഭജിച്ച് കൂടുതൽ റവന്യൂ, കൂടുതൽ ഇൻകം കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരണമെന്നാണ് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കാൻ പോകുന്നതെന്ന് അവകാശപ്പെടുന്നവർ വാദിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറണം. ഇപ്പോൾ രാജീവ് ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. എനിക്ക് തോന്നുകയാണ് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ടൂർ പോകുന്നതും ക്ഷേത്ര ദർശനത്തിന് പോകുന്നതും വോട്ടിൻ്റെ എന്നാണ്. ഏറ്റവും കൂടുതൽ ദൈവങ്ങൾക്കൊന്നും ആണെന്ന് ഇരിക്കാനായി സ്ഥാനാർത്ഥികൾ പോകുന്നത് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ നീണ്ട ടൂറാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആക്കി സ്പെഷ്യൽ ഫ്ലൈറ്റൊക്കെ ചാർട്ട് ചെയ്ത് ഇതെല്ലാം റെഡിയാക്കിയിരുന്നു. അതായത് പലരും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വിമാനം ബുക്ക് ചെയ്ത് കേരളത്തിലേക്ക് ഒരു നിമിഷം നിന്നൊരു വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ 4 പൈസ കൊടുത്തിട്ട് നമ്മൾ വോട്ട് ചെയ്യാതെ പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. കുറച്ച് മാറ്റമുണ്ട്, ഞാൻ പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയുന്നില്ല, കുറേയൊക്കെ മാറ്റമുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ ആത്മവിശ്വാസത്തോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. പല തരത്തിൽ സംഘടിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഒരുപാട് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമുക്കുള്ള നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു സംവിധാനവുമായും താരതമ്യം ചെയ്യാൻ പറ്റുന്നതിലപ്പുറം എനർജിയുള്ള ഒരു മുന്നേറ്റമാണ് ഈ നാട്ടിലെ ഹൈന്ദവ മുന്നേറ്റം. പക്ഷേ പല കാര്യങ്ങളും സംഘടിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ എനർജിയുടെ 80% പോകുന്നത് പണം എങ്ങനെ സംഘടിപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മൈക്ക് സെറ്റ് ചെയ്യാതെ വരുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ വരുമല്ലോ, ഇതിനു വേണ്ടിയാണ്. ഇത് ഒരു സംഘടനയ്ക്കാണെങ്കിൽ ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സാമ്പത്തികമായിട്ട് എങ്ങനെ ശാക്തീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വലിയ ചർച്ചകളാണ് ഇത്തരത്തിലുള്ള സമ്മേളനത്തിൽ വേണ്ടത്. ഞാൻ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കോർപ്പറേഷൻ ഇപ്പോഴത്തെ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ അറിയാം, ഓരോ വീടും കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ 10ഓ 20ഓ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള വനിതകൾക്ക് രാവിലെ 10 മണി മുതൽ മക്കൾ സ്കൂളിൽ പോയി ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ അവർ വെറുതെ ഇരിക്കുകയാണ്. ഇതിൽ വളരെ മിടുമിടുക്കരായ വീട്ടമ്മമാരുണ്ട്. അവർ വിദ്യാസമ്പന്നരാണ്. അവർക്ക് പലർക്കും നല്ല രീതിയിൽ ജോലി ചെയ്യുവാനുള്ള എല്ലാ ശേഷിയുമുണ്ട്. സാഹചര്യം വെച്ച് ചിലപ്പോൾ സർക്കാർ ജോലി കിട്ടാത്തായിരിക്കും. ഇവരുടെ എനർജി, പലരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിരുദധാരികൾ വെറുതെ ഇരിക്കുകയാണ്. ഇവരുടെ എനർജി ഏതു തരത്തിൽ നമുക്ക് ശാക്തീകരിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ ഒരുമിപ്പിക്കും. വലിയ വലിയ ഫാക്ടറികൾ തുടങ്ങാൻ സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ സമയമെടുക്കും, അതിനൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഒരു 10ഓ 20ഓ 25 പേർക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പം ചൈനയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നു. ക്വാളിറ്റി ഇല്ല, വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നു. പല പല ഉപകരണങ്ങൾ അവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. നമുക്ക് മിനിമം ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്തുകൊണ്ട് കൂടുതൽ വ്യവസായമായിട്ട് അല്ലെങ്കിൽ 10ഓ 25ഓ വീട്ടുകാരെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ ശക്തി സമാഹരിച്ചുകൊണ്ട് ആ എനർജി എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കാം. അതിലൂടെ നമ്മുടെ ഗ്രാമത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും എങ്ങനെ സാമ്പത്തികമായി ശാക്തീകരിക്കാം. ലോകത്തുള്ള രാഷ്ട്രങ്ങൾ വാങ്ങുവാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഭാരതത്തെ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരേണ്ടതെന്നാണ് എനിക്ക്
ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളും പ്രായോഗികമായ നിർദ്ദേശങ്ങളും കൊണ്ട് സജീവമാകണം നമ്മുടെ ഹിന്ദു സമ്മേളനങ്ങൾ. അതിൽ രണ്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. ഒന്ന്, ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആര് ചെയ്യും. രണ്ട്, ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ നടത്തും. എനർജി ഉണ്ട്. ഒരു വ്യക്തിയോട് നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന അവരുടെ ഊർജ്ജമാണ്, അവരുടെ തലച്ചോറാണ്. പക്ഷേ അവർ ഇതിൻ്റെ പൈസ മുടക്കും, ഇതെങ്ങനെ വിൽക്കും. ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുവാൻ വേണ്ടി ആരംഭിച്ച നിമിഷം മുതൽ തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഇതിൻ്റെ മാർക്കറ്റിങ്ങുമാണ് റിസ്കി പാർട്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കോർപ്പറേഷന് ഒരു 2 കോടി രൂപ ബഡ്ജറ്റിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ 101 വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശാക്തീകരണം, സാമ്പത്തികമായ ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം. ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗത്ത് ശാക്തീകരിക്കപ്പെടുന്നതിലൂടെ തീർച്ചയായിട്ടും രാഷ്ട്രം ശാക്തീകരിക്കപ്പെടും. ഞാൻ നേരത്തെ വോട്ടിൻ്റെ കാര്യം പറഞ്ഞു. കൃത്യമായിട്ട് ജനാധിപത്യ അവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി ഉള്ള സംവിധാനം ഉണ്ടാകണം. നമ്മുടെ ഹൈന്ദവ ആചാര്യന്മാർ ഉൾപ്പെടെ പറയണം, തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വന്ന് തൊഴുതോളൂ, പക്ഷേ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കണക്കിനുള്ള അമ്പലത്തിലേക്ക് പോകും. തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി അന്ന് തന്നെ ഒരിക്കലും യാത്ര ചെയ്ത് അന്ന് തിരിച്ചെത്താൻ പറ്റാത്ത ക്ഷേത്രത്തിൽ പോകുന്ന നിർബന്ധമില്ല. പിറ്റേത്ത് പോയാൽ പോലെ. ഇപ്പം ശ്രീകൃഷ്ണനെ കാണണം. ശ്രീകൃഷ്ണ ക്ഷേത്രം എനിക്കാണെങ്കിൽ വഞ്ചിയൂരുണ്ട്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് ഞാൻ ദൂരെ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ. പക്ഷെ വോട്ട് ചെയ്യാതെ ഞാൻ പോയി ഭഗവാനെ കാണുന്നത് ഭഗവാനോട് ഉൾപ്പെടെ ഉള്ള ഒരു ചലഞ്ചാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ രാഷ്ട്രം നിലനിന്നാൽ മാത്രമേ ഭഗവാനും ധർമ്മത്തിനും ഒക്കെ തന്നെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധം നമ്മുടെ ജനങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള സമ്മേളനമായിട്ട് മാറണം. തീർച്ചയായിട്ടും ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് ഒരുപക്ഷെ ഒരു സംഘടനയുടെയോ നടത്തുന്ന സംഘാടകരുടെയോ ഒരാശയത്തിൻ്റെ മാത്രം പ്രകടനത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ നാടിൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഞാനൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ പലയിടത്തും പോയപ്പോൾ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്ന് ABVP-യിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ സംസാരിച്ചപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഞാൻ ചോദിച്ചു, അത്രയും പ്രയാസമാണ്, പിന്നെ നീ എന്തിനാണ് ഇത് കിടക്കുന്നത്? അപ്പോൾ അവിടെ ബിസിനസ് ആയിരിക്കും. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ തണുപ്പത്ത് അവിടെ തന്നെ കിടക്കുന്നത്. അവിടെ ഒരു 10-20 വർഷം എഫർട്ട് എടുത്തൊന്ന് സെറ്റായിപ്പോയി. അപ്പോൾ എന്താ പ്രശ്നം? എന്താ? മൈഗ്രേഷനാണ് പ്രശ്നം. മൈഗ്രേഷനാണ് പ്രശ്നം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ധർമ്മത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് നമ്മൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം, നമ്മളൊക്കെ എന്താ ഓഗസ്റ്റ് 15 പ്രസംഗിക്കാനായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും പ്രസംഗം പഠിക്കുമ്പോൾ ആദ്യം പറയുന്നത് അന്നെന്താണ് സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. പിന്നീടാണ് അതൊക്കെ മനസ്സിലായത്. അതായത് ഒരു സ്ഥലത്ത്, ഇംഗ്ലണ്ടിൻ്റെ കയ്യിലുള്ള ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കും. ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ തന്നെ ഭരിക്കുന്ന മറ്റൊരു രാജ്യത്ത് സൂര്യൻ ഉദിക്കും. അങ്ങനെ ലോകം മുഴുവനും കീഴടക്കി ഭരിച്ച് മറ്റുള്ളവരുടെ എല്ലാവരെയും വെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലണ്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക കുടിയേറ്റം കാരണം അവിടുത്തെ സായകന്മാരെ കടന്നിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൻ്റെ അതേ അവസ്ഥ. വെള്ളിയാഴ്ച ഉച്ചയായി കഴിഞ്ഞാൽ നിൽക്കുന്നത് എവിടെയാണോ അവിടെയാണ് നിസ്കാരം. അവിടെ മമതാ ബാനർജി തന്നെ അവിടെ പോയിട്ട് ലാഹിലാഹ ഇല്ലല്ലാഹി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ. ഇതേ സെയിം തിങ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഇംഗ്ലണ്ട് ആൾസോ. ഇത് സംഭവിക്കുകയാണ്. ഒരു കാലത്ത് മറ്റുള്ളവൻ്റെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി 10,000-കണക്കിന് കിലോമീറ്റർ കടന്ന് കപ്പലിൽ വന്നവൻ ഇന്ന് അവൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ലോകം കാതോർത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ലോകത്തെമ്പാടും നിലനിൽക്കുന്നുവെങ്കിൽ അത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ പ്രസക്തി കൊണ്ടാണ് എന്നാണ് എനിക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പാകിസ്ഥാനിലൊരു പെൺകുട്ടി 4 വർഷം മുമ്പ് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ വീട്ടിലെത്തിയത് ഭാരതത്തിൻ്റെ ദേശീയ പതാക എൻ്റെ ബസ്സിൻ്റെ മുകളിൽ പാർപ്പിച്ചത് കൊണ്ടാണ്. മെഡിസിന് പഠിക്കാൻ പോയി, യുദ്ധം നടന്നു. ഈ ബംഗറയിൽ എന്താ ചെയ്യുന്നത്? ശത്രുവിൻ്റെ വിമാനം വരുന്നതിന് അരമണിക്കൂർ മുമ്പ് സൈറൺ കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും ബംഗറിനകത്തിരിക്കണം. ശത്രുവിൻ്റെ വിമാനം ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്നില്ല എന്ന് കണ്ടാൽ സൈറൺ മുഴങ്ങുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി അരമണിക്കൂറൊക്കെ ഗ്യാപ്പ് കിട്ടും. അരമണിക്കൂർ പുറത്തിറങ്ങാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ ഈ കുട്ടി പോയത് ഭക്ഷണം വാങ്ങിക്കാനല്ല. അവൻ നേരെ പോയിട്ട് ഒരു വെള്ള തുണി വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കാനുള്ള നിറം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വിശന്ന വയറുമായിട്ട് അവിടെ വന്നിരുന്നിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക വരച്ചിട്ട് അവരും അവരുടെ കൂട്ടുകാരും കൂടെ കിട്ടിയ ബസ്സിൽ കയറി ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് പോയൊരു സാഹചര്യം ആ പെൺകുട്ടി തന്നെ പാകിസ്ഥാനിൽ പോയി പറയുകയാണ്. കുറച്ച് ദിവസം മുമ്പ്
ഒരു മാസം മുമ്പ് ഗ്യാസ് സിലിണ്ടറിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഇറാൻ എന്താ പറഞ്ഞത്, ഹോർമസ് കടലിലേക്ക് താങ്ങുവാൻ വേണ്ടി ഭാരതത്തിന്റെ കപ്പലുകൾക്ക് ഞങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ബംഗ്ലാദേശിന്റെ പറഞ്ഞില്ല, പാകിസ്ഥാന്റെ പറഞ്ഞില്ല, ശ്രീലങ്കയുടെ പറഞ്ഞില്ല, ഭാരതത്തിന്റെ കപ്പലുകൾക്ക് ഞങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് ഭാരതം, ഇതാണ് ധാർമ്മികത. ഞാൻ ദീർഘിപ്പിക്കില്ല പ്രിയപ്പെട്ടവരെ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപർ ഇന്ന് സ്വന്തം നാട്ടിൽ സൂര്യനെ കാണാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ലോകം കാതോർത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രിയദർശിനി ഹാളിൽ നടക്കുന്നത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സമ്മേളനങ്ങൾ തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. അത് ലോകത്ത് സമാധാനം കളിയാടുവാൻ വേണ്ടിയിട്ട് അത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് 16 വർഷമായിട്ട് ഈ ഹിന്ദു സമ്മേളനം നടക്കുകയും ഏറെക്കുറെ എല്ലാ ഹിന്ദു സമ്മേളനങ്ങളിലും ഏതെങ്കിലും ഒരു സെഷനിലെങ്കിലും എനിക്ക് വരുവാനും അതുപോലെ തന്നെ കാലിക പ്രാധാന്യമുള്ള ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള അവസരം ലഭിച്ചതിനുള്ള സന്തോഷം മേയർ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ തവണയാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ മേയറാണെങ്കിൽ, എൻ്റെ സഹപ്രവർത്തകൻ നന്ദൻ കൗൺസിലറായെങ്കിൽ, ദേവി അവിടെ ഉണ്ട്, മറ്റു പലരും തന്നെ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതാവായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ തന്നെ ഗുരുനാഥനായിട്ടുള്ള അശോക് കുമാർ സാർ മുമ്പിൽ ഇരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇപ്പോൾ വന്ന് ഇതിൻ്റെ നേതൃത്വം 5, 10, 20 വർഷം പ്രവർത്തിച്ച് ഏറ്റെടുത്ത ഞങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഈ സമയത്തെ മുഖങ്ങൾ മാത്രമാണ്. ഇതിന് മുൻപൊക്കെ തന്നെ ഒന്നുമില്ലാത്ത സമയത്ത് മുണ്ടും മുറുക്കി കൊടുത്തുകൊണ്ട് നടന്ന നിരവധി പേരുണ്ട്. ഒരുപക്ഷേ ലോകമൊന്നും അറിയപ്പെടാത്ത ചില ചെറിയ ചെറിയ സംഘടനകളുണ്ട്. നമ്മുടെ ഞാൻ പേരുകൾ പറഞ്ഞാൽ ഒരുപാട് സംഘടനകളുടെ പേരുകൾ പറയേണ്ടി വരും. അവരൊക്കെ ഉണ്ട്, അവരുടെ പ്രവർത്തകരുണ്ട്. ആരും അറിയപ്പെടാതെ ചിലപ്പോൾ ഈ പരിപാടിയിലേക്ക് ഏറ്റവും പിറകിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ കൊടുത്തിട്ട് പ്രചരിപ്പിച്ച ആശയത്തിൻ്റെ ഫലമായിട്ട് അവസാനം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് കുത്തുന്നത് താമരയ്ക്കായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ജയിച്ചത്. അതുകൊണ്ട് ഈ ആശയം നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.